നമസ്കാരം. CKP പത്മനാഭന്റെ പ്രതികരണം CPM കേന്ദ്ര കമ്മിറ്റി അംഗം EP ജയരാജനെ പ്രതിരോധത്തിലാക്കുന്നതാണ് എന്നാണ് ഇപ്പോഴത്തെ വിലയിരുത്തലുകൾ. കർഷക സംഘം ഓഫീസ് സെക്രട്ടറി ഫണ്ട് തിരിമറി നടത്തിയപ്പോൾ ജാഗ്രത കുറവുണ്ടായി എന്ന് ചൂണ്ടിക്കാട്ടിയാണ് CKP പത്മനാഭനെതിരെ CPM നടപടി സ്വീകരിച്ചിരുന്നത്. ഈ സാഹചര്യത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ പ്രകാശ് ജാവ്ദേക്കറെ നന്ദകുമാറുമൊത്ത് EP ജയരാജൻ കണ്ടതിൽ ജാഗ്രത കുറവുണ്ടായെന്ന് പരസ്യമായി പറഞ്ഞിട്ടും എന്തുകൊണ്ട് CPM നടപടി സ്വീകരിച്ചില്ല എന്ന ചോദ്യമാണ് ഇപ്പോൾ CPM അണികളിൽ നിന്ന് തന്നെ ഉയരുന്നത്. CKPയുടെ കാര്യത്തിൽ ജാഗ്രത കാട്ടിയ CPM EP ജയരാജന്റെ കാര്യത്തിൽ ഇരട്ടത്താപ്പ് നയം പിന്തുടരുകയാണെന്ന വിമർശനം സമൂഹ മാധ്യമങ്ങളിലും വ്യാപകമാണ്. നന്ദകുമാറുമൊത്തുള്ള കൂട്ടുകെട്ടാണ് പിണറായി ജയരാജന് ജാഗ്രത കുറവുണ്ടായി എന്ന് പറഞ്ഞതെങ്കിൽ അതിനേക്കാൾ കടുത്ത നിലപാടാണ് വിവാദ കൂടിക്കാഴ്ചയിൽ CPM അണികൾക്കും നേതാക്കൾക്കും ഉള്ളത്. പ്രകാശ് ജാവ്ദേക്കറെ കണ്ട കാര്യം തിരഞ്ഞെടുപ്പ് ദിവസം തന്നെ EP ജയരാജൻ വെളിപ്പെടുത്തിയത് പാർട്ടി വിരുദ്ധ നടപടിയാണെന്നാണ് CPMലെ ഒരു വിഭാഗം ചൂണ്ടിക്കാട്ടുന്നത്. മാത്രമല്ല BJP സ്ഥാനാർത്ഥികൾ മികച്ചവരാണ് എന്ന് EP പറഞ്ഞതിലും ജാഗ്രത കുറവുണ്ടായി എന്നും ഈ വിഭാഗം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. CKPക്കെതിരെ നടപടിയെടുത്ത പാർട്ടി EP-യുടെ കാര്യത്തിലും നടപടിയെടുക്കണമെന്ന വികാരം ശക്തമാകാനാണ് CKPയുടെ തുറന്നു പറച്ചിൽ വഴിമരുന്നിട്ടിരിക്കുന്നത്. CKPക്കെതിരെ അച്ചടക്ക നടപടി സ്വീകരിക്കാൻ ശക്തമായി ഇടപെട്ടതിൽ EP ജയരാജന് വലിയ പങ്കുണ്ടെന്നാണ് CKP കരുതുന്നത്. വിവാദ അഭിമുഖത്തിൽ കർഷക സംഘ ഫണ്ടിൽ നിന്നും EP ജയരാജൻ പണം പിൻവലിച്ച കാര്യവും CKP എടുത്ത് പറഞ്ഞിട്ടുണ്ട്. CKPയുടെ വാക്കുകൾ ഇങ്ങനെയാണ്: പാർട്ടിയിലെ വിഭാഗീയതയുടെ ഇരയായി താൻ മാറുകയായിരുന്നു. കർഷക സംഘത്തിന്റെ ഫണ്ട് താൻ തിരിമറി നടത്തിയിട്ടില്ല. ഓഫീസ് സെക്രട്ടറി ആയിരുന്ന ആൾ 4 ലക്ഷം രൂപ തട്ടിയെടുത്തു. അന്ന് EP ജയരാജനാണ് പാർട്ടി ഫണ്ടായ 24 ലക്ഷം രേഖാമൂലം ബാങ്കിൽ നിന്ന് പിൻവലിച്ചത്. ഇക്കാര്യം രേഖാമൂലം പാർട്ടിക്ക് താൻ തെളിവുകൾ നൽകിയിട്ടുണ്ട്. പാർട്ടിയിൽ തുടർന്നു പോകാൻ താല്പര്യമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അച്ചടക്ക നടപടി എടുത്തിട്ടും തുടർന്നത്. പാർട്ടിയിൽ അടുപ്പമുള്ളവരോട് താൻ ഇക്കാര്യം തുറന്നു പറഞ്ഞിട്ടുമുണ്ട്. പാർട്ടിക്കുള്ളിലുണ്ടായ തെറ്റിദ്ധാരണ മാറ്റാനാണ് ഇപ്പോൾ കാര്യങ്ങൾ തുറന്നു പറയുന്നത്. തന്നെ രോഗിയാക്കിയത് CPM ആണ്. ചെയ്യാത്ത കുറ്റത്തിന് അച്ചടക്ക നടപടി നേരിട്ടതിന്റെ സംഘർഷം തന്റെ ആരോഗ്യത്തെയും ബാധിച്ചു. ഡയാലിസിസ് രോഗിയായ താൻ എത്ര കാലം ഇനി ജീവിക്കുമെന്ന് പറയാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ തുറന്നു പറയുന്നത്. CKPയുടെ ഈ വാക്കുകൾ CPM പ്രവർത്തകരിൽ വലിയ ഞെട്ടലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. 15 തവണ പാർട്ടിക്കുള്ളിൽ കർഷക സംഘത്തിന്റെ ഫണ്ട് തിരിമറിയെക്കുറിച്ച് പരാതി നൽകിയ കാര്യവും അഭിമുഖത്തിൽ CKP പറയുന്നുണ്ട്. അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ആയിരുന്ന പ്രകാശ് കാരാട്ടിനെ നേരിട്ട് കണ്ട് പരാതിയും നൽകി. നിങ്ങൾ ക്ഷമിക്കുവെന്നാണ് തന്റെ തോളിൽ തട്ടി അദ്ദേഹം പറഞ്ഞത്. കർഷക സംഘത്തിൽ താൻ സെക്രട്ടറി ആയിരുന്ന കാലത്താണ് വൗച്ചർ സംവിധാനവും ബിൽ പേയ്മെന്റും ഉണ്ടാക്കിയത്. കർഷക സംഘത്തിന് വേണ്ടി നിർമ്മിച്ച കെട്ടിടത്തിന്റെ കണക്കുകൾ ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ 4 ലക്ഷം രൂപ ഓഫീസ് സെക്രട്ടറി തിരിമറി നടത്തിയെന്ന കാര്യം ശരിയാണ്. രജിസ്റ്ററിൽ ചേർക്കാതെയാണ് തന്റെ സ്വകാര്യ അക്കൗണ്ടിലേക്ക് മാറ്റിയത്. അതിന് അയാളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. പാർട്ടിക്കേറ്റ തിരിച്ചടി പ്രകൃതി നിയമമാണ്. തനിക്കതിൽ സന്തോഷമേയുള്ളൂ. സത്യം എപ്പോഴും പുറകിലേ ഇരിക്കുകയുള്ളൂ. അത് മുന്നിൽ വരാൻ സമയമെടുക്കുമെന്നും CKP അഭിമുഖത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. 1957 EMS സർക്കാരും സാമ്പത്തിക പ്രതിസന്ധി നേരിട്ടിരുന്നു. എസ്കോട്ട് വാഹനം ഒഴിവാക്കി അംബാസഡർ കാറിലെ പോവുകയുള്ളൂ എന്ന് അന്ന് EMS അടക്കമുള്ളവർ തീരുമാനിച്ചു. ചെലവ് ചുരുക്കാൻ ആഡംബരം ഒഴിവാക്കി ചെറുപയറും കഞ്ഞിയുമാണ് മന്ത്രിമാർ കഴിച്ചത്. ആ മാതൃക ജനങ്ങൾ സ്വീകരിച്ചു. ഇപ്പോഴും അത് തന്നെയാണ് സ്വീകരിക്കേണ്ടതെന്നും CKP അഭിപ്രായപ്പെട്ടു. പാർട്ടി നടപടിക്ക് വിധേയനായി 13 വർഷങ്ങൾ പിന്നിട്ട ശേഷം ഇത്തരമൊരു പ്രതികരണം ഇപ്പോൾ CKP നടത്തിയതിന് പിന്നിൽ കൃത്യമായ ലക്ഷ്യമുണ്ടെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരും കരുതുന്നത്. പ്രത്യേകിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടിയുടെ പശ്ചാത്തലത്തിൽ CPM തെറ്റുതിരുത്തൽ നടപടിയിലേക്ക് കടക്കുന്ന സാഹചര്യത്തിൽ ഉചിതമായ സമയത്ത് തന്നെയാണ് CKP വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ കരുതുന്നത്. കണ്ണൂരിലെ ഈ മുതിർന്ന കമ്മ്യൂണിസ്റ്റിന്റെ വെളിപ്പെടുത്തലിൽ ഇതുവരെ CPM ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല. പാർട്ടി വലിയ വെല്ലുവിളി നേരിടുന്ന സാഹചര്യത്തിൽ CKPയുടെ പ്രതികരണത്തെ ജാഗ്രതയോടെ സമീപിക്കാനാണ് CPM നേതൃത്വത്തിന്റെ തീരുമാനം. മാത്രമല്ല CPM PB അംഗം പ്രകാശ് കാരാട്ടിന് പരാതി നൽകിയതടക്കമുള്ള കാര്യങ്ങൾ അഭിമുഖത്തിൽ CKP തുറന്നു പറഞ്ഞിട്ടുള്ളതിനാൽ പ്രകാശ് കാരാട്ടിന്റെ നിലപാടും CPM സംസ്ഥാന നേതൃത്വത്തിന് പരിഗണിക്കേണ്ടി വരും.
കേരളത്തിൽ പാർട്ടിയിലും സർക്കാരിലും ഒരു പൊളിച്ചെഴുത്ത് വേണമെന്ന അഭിപ്രായം നേതൃത്വത്തിലും അണികളിലും ശക്തിപ്പെട്ടിരിക്കെ CKPയെ കൂടുതൽ പ്രകോപിപ്പിക്കാതെ വസ്തുതകൾ പരിശോധിച്ച് മുന്നോട്ട് പോകണമെന്ന അഭിപ്രായമാണ് കേന്ദ്ര നേതൃത്വത്തിനുള്ളത്. ഇതോടെ പ്രകാശ് ജാവ്ദേക്കർ EP ജയരാജൻ കൂടിക്കാഴ്ച വീണ്ടും ഇടതുപക്ഷ രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചാ വിഷയമായിരിക്കുകയാണ്. ഈ സംഭവത്തിൽ വൈകി ആയാലും അച്ചടക്ക നടപടി ഉണ്ടാകുമെന്ന് തന്നെയാണ് CPM കേന്ദ്ര നേതൃത്വം നൽകുന്ന സൂചന. അങ്ങനെ സംഭവിച്ചില്ലെങ്കിൽ അണികൾ ഉൾപ്പെടെ CPMൽ നിന്ന് കൊഴിഞ്ഞു പോകുന്നതിന് ഇടയാകുകയും ചെയ്യും. നന്ദി.